സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കെവർക്കും ഞങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദമ്പതികളെ. അവരുടെ പേര് സിദ്ദിഖ് ഷാനിഫ എന്നാണ്. ഒപ്പം അവരോടൊപ്പം നിൽക്കുന്നത് അവരുടെ മകനാണ് മുഹമ്മദ് മാഹി. സാക്ഷി ടി വിക്ക് ഇവരെ പരിചയപ്പെടുത്തേണ്ടി വരുന്നത് ഇവർ നാടിന് അഭിമാനമായി മാറിയവരാണ്. അതെങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്. പറയാം. സിദ്ദിഖ് ഒരു പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം കഴിഞ്ഞ് സിദ്ദിഖ് നാട്ടിലെത്തിയപ്പോൾ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും സിദ്ദിഖിന് കുറേയേറെ ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖ് പക്ഷേ അതൊന്നും സിദ്ദിഖ് മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ മുഖവിലയ്ക്കെടുത്തില്ല എന്ന് തന്നെ പറയാം. സിദ്ദിഖ് കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. തീരുമാനം വീട്ടുകാരോടും അറിയിച്ചു. വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളോടും. അവർക്കും അതിലേറെ സന്തോഷമുണ്ടായിരുന്നു. ഒപ്പം കൂടാൻ അവരും തയ്യാറായി. ഷാനിഫയും മൂത്ത 2 പെൺമക്കളും ഒക്കെ സിദ്ദിഖിന് സഹായമായി വന്നു. അങ്ങനെ സിദ്ദിഖ് കൃഷിയിലേക്ക് ഇറങ്ങി. ആ കൃഷിയിലൂടെ സിദ്ദിഖ് ഇന്ന് നാടിന് അഭിമാനമായി സിദ്ദിഖും ഷാനിഫയും മാറുകയാണ് ഉണ്ടായത്. ഈ വരുന്ന ജനുവരി 26 നടക്കാൻ പോകുന്ന റിപ്പബ്ലിക് ആഘോഷത്തിൽ ബഹുമാന്യ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ഇടപെടലിലൂടെ സിദ്ദിഖും കുടുംബവും ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് പറക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതിനു വേണ്ടുന്ന സാങ്കേതിക സഹായം ചെയ്തത് ബഹുമാന്യ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ്. ഈ വരുന്ന ജനുവരി 22 2025 ജനുവരി 22 സിദ്ദിഖ് നെടുമ്പാശ്ശേരി എന്ന കുടുംബവും ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ അവർക്ക് വേണ്ടുന്ന സഹായ സംവിധാനങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഷാനിഫ എന്നാണ്. ഞങ്ങൾ കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ഫുൾ കൃഷി, കർഷക ഫീൽഡാണ്. കോഴിയെ അടവെച്ച് വിരിക്കുക, തനി നാടൻ കോഴിയാണ്. അടവെച്ച് വിരിപ്പിക്കുക, കുഞ്ഞുങ്ങളെ കൊടുക്കുക, ഇതാണ് കോഴിയുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റ് കൃഷികളൊക്കെ വേറെ സൈറ്റാണ്. അങ്ങോട്ട് പോയി നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം, കുഴപ്പമില്ല. 8 വർഷം കൊണ്ട് നമ്മൾ ഈ കോഴിയുടെ കൃഷിയെല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെ വിറ്റ് കൊടുക്കും. നാടൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെ വിൽക്കുന്നതും എല്ലാം. കോഴി, താറാവ് ഇതെല്ലാം ഉണ്ട്. മുയല്, കൃഷി തന്നെ ഉപജീവന മാർഗം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ജനുവരി 26 നമുക്ക് പോകേണ്ടത്. 23 വീട്ടിൽ നിന്ന് പോയി 24 കൊച്ചിയിൽ നിന്നാണ്, കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ടിക്കറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അങ്ങനെ കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ വെളുന്നല്ലൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് കർഷകർക്ക് ഇങ്ങനൊരു പോകാനൊരു അവസരം കിട്ടുന്നത്. അത് അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരു മീൻകുളം ഉണ്ട്, അവിടെ വയലിലാണ്. പിന്നെ എനിക്ക് പഠിക്കാനും താല്പര്യമുണ്ട്. പിന്നെ ഉമ്മായും വാപ്പായും ചുമ്മാ സഹായിക്കുന്നതേ ഉള്ളൂ. എനിക്ക് കുറച്ചൊക്കെ അതിലോട് ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ.
പിന്നെ ഞാൻ ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് സഹായിച്ചു കൊടുക്കും. പിന്നീട് വെള്ളമൊക്കെ ഞാൻ ഒഴിക്കുന്ന വെറ്റയ്ക്ക് വയലിലൊക്കെ പോയി. ഇപ്പോഴും ഞാൻ പോവാൻ പോയതാണ്. അപ്പോൾ എനിക്ക് മക്കൾ 3 പേരാണ് ഞങ്ങൾക്ക്. 2 മോളും 1 മോനും. 2 മോളും 1 മോനും. മോളെ ഒരാളിനെ കല്യാണം കഴിച്ച് അയച്ചു. ഒരാൾ +2 ക്ലാസ്സിന് പോയിരിക്കുകയാണ്. ഇത് പിന്നെ മോനാണ്. ഇവൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. എന്നെയും ഇവിടെ വീട്ടിലെ കോഴിയെ വളർത്താനും എല്ലാത്തിനും സഹായിക്കുന്നത്, ഞങ്ങൾക്കൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും സഹായിക്കുന്നത് മോനാണ്. ഞങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവും. അവന് ചെറുപ്പം മുതലേ നമ്മൾ കൃഷി ഫീൽഡിലായത് കൊണ്ടായിരിക്കാം അവനും അത് തന്നെ ഫുൾ താല്പര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കൃഷി. ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് അവനാണ്. സെപ്പറേറ്റ് മീൻ വളർത്തലൊക്കെ അവനുണ്ട്. ടാങ്കൊക്കെ കെട്ടി. കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. മുഹമ്മദ് മാഹിൻ എന്നാണ് പേര്. ഞാൻ കർഷക ഫീൽഡിൽ 8 വർഷം കൊണ്ട് കർഷക ഫീൽഡിലാണ്. പിന്നെ എനിക്ക് കൃഷിഭവൻ വഴി ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ഐറ്റം കൃഷിയുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരള ജൈവാമൃഗം പദ്ധതിയിലാണ് അവർ ഉൾപ്പെടുത്തിയത്. അതിൽ 40,000 രൂപ തിരിച്ചടവില്ലാത്തൊരു ഫണ്ട് എനിക്ക് അനുവദിച്ചു തന്നു. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞ കാരണം വാഴയാണ്. അല്ലാതെ മരിച്ചീനിയാണ്. പിന്നെ അത് റെഡ് ലേഡി, കപ്പയ്ക്കയുടെ റെഡ് ലേഡി ടൈപ്പാണ്. അത് നട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കാവലം തുടങ്ങിയ കപ്പയാണ്. പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇത് പച്ചക്കറിയാണ്, പയറാണിത്. ഇത് വാഴയുടെ ഇടയിലുള്ള ഒരു ഇടകൃഷിയാണ്. ഇപ്പോൾ വലിയ താമസമില്ലാതെ ഈ പയറങ്ങെടുത്ത് മാറ്റുമ്പോൾ അടുത്ത വാഴ സെറ്റായി കഴിഞ്ഞ് അപ്പുറ സൈഡിലോട്ട് കിടക്കുന്നത് മോളീസാണ്. പിന്നെ 6 മാസം കഴിഞ്ഞ ചീനിയാണ്. ഇത് ഇനിയൊരു 2 മാസം കൂടെ കഴിയുമ്പോൾ കൊടുക്കാൻ പാകത്തിന് കിടക്കുകയാണ്. പിന്നെ കൊടിവാഴ വെച്ചിരിക്കുകയാണത്. ഇതെല്ലാം പന്നി ശല്യമാണ് മെയിൻ വിഷയം. എല്ലായിടത്തും ഒന്നും വേലിയിടാൻ പറ്റുന്നില്ല. ഇത് ഏത്തവാഴയാണ്. ഇത് മുളക് തൈ പാവിയിരിക്കുകയാണ്. അരി പാവി തൈ പിരിച്ച് വെക്കാൻ പരുവായി നിൽക്കുകയാണ്. ഇത് ഏത്തവാഴ കന്ന് പിരിച്ച് പുതിയ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യാനുള്ള കന്ന് മരുന്ന് മുക്കിയിട്ടിരിക്കുകയാണ്. എന്ത് മരുന്നാണ് മുക്കുന്നത്? മരുന്ന് കൃഷിഭവൻ സെലക്ട് ചെയ്യുന്ന മരുന്നുകളാണ് മുക്കുന്നത്. അല്ലാതെ നമ്മളായിട്ട് ഒന്നും ഇല്ല. നാളെ 5 ചന്തയിലേക്കുള്ള വെറ്റയെടുപ്പാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാധാരണഗതിയിൽ ഈ വെറ്റില കൃഷി എന്ന് പറയുന്നത് ഒരാള് അദ്ദേഹത്തിന് മുഴുവൻ സമയം മെനക്കെടുമ്പോഴാണ് ഇതിൽ നിന്ന് ആദായം കിട്ടുക എന്ന് പറയാറുണ്ട്. അത് വളരെ ശരിയാണോ? മുഴുവൻ സമയം ഇതിനു വേണ്ടി വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ആദായം എടുക്കാൻ പറ്റൂ. കൊടി കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഇതിന് എന്തൊക്കെ വളങ്ങളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്? ഇതിന് കൂടുതലും പുണ്ണാക്കാണ് ഉപയോഗിക്കുന്നത്. പുണ്ണാക്കും പച്ചച്ചാണാനുമാണ് ഉപയോഗിക്കുന്നത്. പുണ്ണാക്കും പച്ചച്ചാണാനും. ഈ തോല് വെക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കേട്ടു. തോലുണ്ട്. തോല് കവുങ്ങിന്റെ പിന്നെ കവുങ്ങിന്റെ ഇല, പിന്നെ മരങ്ങളുടെ ഇല, ഇതൊക്കെയാണ് തോലിന് തണലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തണ്ടായം എന്തൊക്കെ ഉപയോഗിച്ചേക്കുന്നത്? തണ്ടായം ഇത് ഇലവാണ്, നമ്മളെ നാട്ടിൽ പറയുന്ന ഇലവാണ്. ഇത് പഞ്ഞിയലവാണ്. പഞ്ഞിയലവ്. അതെ. സാധാരണ എല്ലാ കൃഷിക്കാരും ഇങ്ങനെ ഈ പഞ്ഞിയലവാണ് തണ്ടായമായിട്ട് ഉപയോഗിക്കുന്നത്. തണ്ടായമല്ല, കുരുപ്പാലായിട്ട്. തണ്ടായത്തിന് ഞാൻ കൂടുതലും കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തണ്ടായത്തിന് വരിച്ചിലിന് പണ്ട് കാലത്തൊക്കെ നമ്മുടെയൊക്കെ വാപ്പായ്ക്ക് പണ്ടൊക്കെ കൊടിയുണ്ടായിരുന്നു. പണ്ട് എനിക്കും കൊടിയുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കമ്പാണ് വരിച്ചിലിന് ഉപയോഗിച്ചിരുന്നത്. മടല് ചീകിയും പിന്നെ മരുതിയുടെ കമ്പുകൾ വെട്ടി കമ്പായിട്ടും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പം കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണമെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ കയറാണ് ഉപയോഗിക്കുന്നത്. കയറാണ് ഉപയോഗിക്കുന്നത്. ചല്ലിക്കയറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പൊ എത്ര പാത്തി കൊടിയുണ്ട് ഇവിടെ? ഇവിടെ 10 പാത്തി. 10 പാത്തി. സഹായത്തിന് സഹായത്തിന് ഭാര്യയും ഭാര്യയും മക്കളും അല്ലാതെ വേറെ മക്കളും ആരെങ്കിലും ഉണ്ട്. പുറത്തുനിന്ന് വിളിക്കാറുണ്ടോ? പുറത്തുനിന്ന് കൊടി സംബന്ധമായി ആരെയും വിളിക്കാറില്ല. അല്ലാതെയുള്ള കൃഷിക്കൊക്കെ ജോലി കൂടുതൽ വരുമ്പോൾ മാത്രം വിളിക്കും. അല്ലാതെയുള്ള ജോലികൾ മൊത്തം സ്വന്തമായിട്ടാണ്. ബാക്കിയെല്ലാം ഒറ്റയ്ക്കാണല്ലോ? ഒറ്റയ്ക്ക് തന്നെ. കുടുംബത്ത് പിള്ളേര് മക്കളുടെ സഹായവും ഭാര്യയുടെ സഹായവും ഇതൊക്കെ തന്നെയാണ്. അതിരിക്കട്ടെ, ഈ വെള്ള സൗകര്യം എങ്ങനെയുണ്ട് ഇവിടെ? വെള്ളത്തിന് നമ്മളെ ചിറകോല വെട്ടിയൊക്കെയല്ലേ, അതിൽ മീനും ഉണ്ട്, ചിറയും വെട്ടിയിട്ട് അതിൽ നിന്ന് തന്നെ വെള്ളം എല്ലാം കൃഷിക്ക് ആവശ്യമായ വെള്ളം അതിൽ നിന്ന് തന്നെ എടുക്കുമല്ലോ? അതിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ അങ്ങയുടെ ആത്മസംതൃപ്തി? ഞാൻ സന്തോഷവാനാണ്. ഞാൻ സന്തോഷവാനാണ്. അതായത് ഗൾഫിൽ പോയി നിന്ന് സാധാരണ എല്ലാവരും ഗൾഫ് ജീവിതമൊക്കെ അവസാനിച്ച് വരുന്ന കടം വീട്ടിയാ. ഞാൻ കടത്തോടു കൂടിയാണ് നാട്ടിൽ വന്ന് കൃഷി ആരംഭിച്ചത്. പണ്ട് കൃഷി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പിന്നെ വന്ന് സെറ്റ് ചെയ്യുന്നത് കടത്തോടു കൂടിയാണ് വന്ന് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും കടമൊക്കെ ഒരുവിധം വീട്ടി. എന്നാലും ഇത്തിരി മകളൊക്കെ കല്യാണം ഉണ്ടായിരുന്നൊരു 2 മാസം മുമ്പ്, എല്ലാവരും ഇപ്പൊ 3 മാസം കഴിഞ്ഞു. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള കടങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ദൈവം സഹായിച്ച് ഈ കൃഷി ഫീൽഡിൽ തന്നെ നിന്ന് കടം വീട്ടിയതും എൻ്റെ ഉപജീവന മാർഗം ഈ രീതിക്കാണ് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടി. അതോടൊപ്പം തന്നെ കുടുംബജീവിതവും കൃഷിയും ഭംഗിയായി നടക്കട്ടെ എന്ന് സാക്ഷി ടിവിയുടെ പേരിൽ ഞങ്ങൾ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി, നമസ്കാരം. ഒരു കൃഷിക്കാരൻ കൃഷിയിടത്തിലൂടെ ശ്രദ്ധേയനാവുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. വെളുങ്ങല്ലൂർ പഞ്ചായത്തിലെ വട്ടപ്പാറ എന്ന് പറയുന്ന വാർഡിലാണ് സിദ്ദിഖിൻ്റെയും ഷാരിഫയുടെയും വീടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കണം, ഇതൊരു അഭിമാന നിമിഷമല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവൻ, നമ്മുടെ നാട്ടുകാരൻ ഒരു ക്ഷണം സ്വീകരിക്കാൻ കിട്ടിയ അവസരം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്ര ഭാരതമായി വിശേഷിക്കപ്പെടുന്ന ഒരു ദിവസമാകുന്നതിൽ സിദ്ദിഖിൻ്റെ കുടുംബത്തിൻ്റെയും ഈ ഒരു നിമിഷം നമുക്കും സന്തോഷകരമാക്കാം. സാക്ഷി ടി വി പറയുന്നതൊന്നു മാത്രമാണ്, കൃഷിയും കർഷകനും കാർഷിക വിഭവങ്ങളും ഒരു നാടിൻ്റെ സമ്പത്തായി മാറുമ്പോൾ നമ്മൾ കാണേണ്ടതും കണ്ടറിയേണ്ടതും അർഹതയ്ക്കുള്ള അംഗീകാരം നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മൾ തേടിയെത്തും എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.